പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ക്രിഷ് ഇതേ തുടർന്ന് കൺമണിയുടെ വീട്ടിലെത്തുകയും കൺമണിയുടെ റൂം അവരുടെ സമ്മതത്തോടെ പരിശോധിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ ധനലക്ഷ്മി കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് പുതിയ ഒരു ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരു മത്സരം വരുന്നുണ്ട് എന്നും അതിനു വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നതിനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൺമണിയുടെ റൂം തകൃതിയായി പരിശോധിക്കുന്നു. പക്ഷേ അന്നത്തെ ഡിസൈനിൻ്റെ യാതൊരു തെളിവുകളും ലഭിക്കുന്നുമില്ല. ഇതോടെ ആകെ നിരാശനായി തിരികെ പോകാൻ ഒരുങ്ങുകയാണ് ക്രിഷ്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള വിഷമവും ഇതേ തുടർന്ന് ക്രിഷിന് ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് ക്രിഷിനെ ഞെട്ടിച്ചുകൊണ്ട് ധനലക്ഷ്മി അന്ന് വരച്ച ഡിസൈനിൻ്റെ കോപ്പിയൊന്നും ഇവിടെ കാണില്ല. പക്ഷേ അന്ന് ഡിസൈൻ അവൾ വരയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചിരുന്നു മൊബൈലിൽ. അത് എടുത്തു വെച്ചത് ആരാണ്? ആ വീഡിയോ ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ? ഇത് ചോദിച്ചതിനെ തുടർന്ന് വീഡിയോ എൻ്റെ മൊബൈലിൽ ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ എടുത്തത് മറ്റാരുമല്ല, ഗോകുലാണ്. അവൻ അന്നവിടെ ഇരുന്നപ്പോൾ വെറുതെ എടുത്തതാണ്. ആഹാ, എന്തായാലും എനിക്ക് ആ വീഡിയോ ഒന്ന് വേണം. അതിൻ്റെ കോപ്പി ഒന്ന് തരാൻ പറ്റുമായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. അതിനെന്താ, ഞാൻ ഉടൻ തന്നെ തരാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒടുവിൽ ആ വീഡിയോ തപ്പുന്നതിനായി പോയിരിക്കുകയാണ് ധനലക്ഷ്മി. പക്ഷേ ആദ്യമൊന്നും ധനലക്ഷ്മിക്ക് ആ വീഡിയോ കണ്ടെത്താൻ സാധിക്കുന്നുമില്ല. ഇതോടെ ധനലക്ഷ്മി ഉടൻ തന്നെ ഗോകുലിനെ ചെന്ന് കാണുകയും ഗോകുലിനോട്, എടാ, നീ അന്ന് ആ ഫോട്ടോ വരയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിരുന്നില്ലേ, അത് എവിടെയാണ് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് മൊബൈലിൽ ഉണ്ടാകും അമ്മ എന്ന് ഗൂഗിൾ മറുപടി നൽകിയിരിക്കുകയാണ്. ഇതോടെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഒടുവിൽ വീഡിയോ തപ്പിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ക്രിഷ് ആ വീഡിയോ കൈക്കലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ചതികളൊന്നും നടക്കുകയില്ല എന്നും തൻ്റെ കയ്യിൽ തെളിവ് കിട്ടി എന്നും മനസ്സിലാക്കുന്ന ക്രിഷ് ഇതേ തുടർന്ന് തൻ്റെ സുഹൃത്തായ മഹിയെ ചെന്ന് കാണുകയാണ്. മഹിയോട്, എടാ, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായി? ഇനി നമ്മൾ വിചാരിച്ച പോലെ മാനസിയെ പുറത്താക്കാൻ സാധിക്കുമോ? ഇത് കേട്ടതിനെ തുടർന്ന് അതിനുള്ള സാധ്യത ഉണ്ടടാ. ഞാൻ ഇന്ന് കൺമണിയുടെ വീട്ടിൽ പോയി ഒരു ചെറിയ പരിശോധന നടത്തിയിരുന്നു. അതിൽ നിന്നാണ് അന്ന് അവൾ ഡിസൈൻ ചെയ്തതിൻ്റെ ഒരു വീഡിയോ അവർ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. ആ വീഡിയോ തന്ത്രത്തിൽ ഞാൻ ഇപ്പോൾ കൈക്കലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മാനസിയുടെ ഒരടവും നടക്കുകയില്ല. കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിലും എനിക്ക് പേടിക്കേണ്ടതില്ല. ഏത് നിമിഷവും മാനസിയെ ഒതുക്കുന്നതിനായി സാധിക്കുകയും ചെയ്യും. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അത് നല്ലൊരു തന്ത്രം തന്നെയാണ് എന്ന് അറിയിക്കുന്ന മഹി ഇനി എന്താണ് പുതിയ പ്ലാൻ എന്ന് ചോദിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെയല്ല ആ ധനലക്ഷ്മി. പൈസയ്ക്ക് വേണ്ടി ഭയങ്കര ആർത്തിയുള്ളവളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ എറിയുകയാണ് എങ്കിൽ ധനലക്ഷ്മിയെ വെച്ച് നമുക്ക് പുതിയൊരു നീക്കം നടത്താനും സാധിക്കും. അത് നമുക്ക് അനുകൂലമാക്കും കാര്യങ്ങൾ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ നല്ലൊരു അവസരത്തിനായി കാത്തിരുന്നു വേണം ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനെന്ന് അറിയിച്ചിരിക്കുകയാണ് മഹി. എന്നാൽ ഇതേ സമയം ശ്രീനിവാസൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ കൺമണിയെ കാണുന്നു. കൺമണിയോട്, നിന്നെ ബോസ് ഇവിടേക്ക് വന്നിരുന്നുവെന്നും നിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ച് കുറച്ച് സംശയങ്ങൾ അയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കൃഷ് എന്തിനാണ് വന്നത്, എന്തൊക്കെ ചോദിച്ചു.
അച്ഛൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാനല്ല, ധനലക്ഷ്മിയാണ് അയാളെ നിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഏതോ കോമ്പറ്റീഷന്റെ ഭാഗമായി കുറച്ച് സംശയങ്ങൾ അയാൾക്കുണ്ടായിരുന്നുവെന്നും അത് മാറ്റുന്നതിന് വേണ്ടിയാണ് വന്നത്. ഇതിനിടയിലാണ് അവിടേക്ക് ധനലക്ഷ്മി വരുന്നത്. എടി, നീ എന്താടി ആ പുതിയ ഡിസൈൻ പ്രൊജക്റ്റിൽ പങ്കെടുക്കാത്തത്? ലക്ഷങ്ങളും കോടികളും മറിയുന്ന ബിസിനസ്സാണ്. അതിൽ നീ എന്തിനാണ് മാറി നിൽക്കുന്നത്? നിനക്കും ആ ഡിസൈൻ ചെയ്തു കൊടുത്താൽ നല്ല തുക ലഭിക്കും എന്നാണല്ലോ ക്രിഷ് സാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നീ മര്യാദയ്ക്ക് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിനക്കുള്ള തിരിച്ചടി ഞാനായിരിക്കും തരിക. വെറുതെ ഇത്രയധികം പൈസ വലിച്ചുവാരി കളയുന്നത് മണ്ടത്തരം തന്നെയാണ്. ഇതേ സമയം എന്താണ് കൃഷ്ണന്റെ റൂമിൽ കയറി കാണിച്ചത് എന്ന് വ്യക്തമാക്കാൻ ധനലക്ഷ്മിയോട് കൺമണി പറഞ്ഞതിനെ തുടർന്ന് ഏതോ കുറെ ഡിസൈനിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യമൊന്നും അയാൾക്കത് ലഭിച്ചില്ല. പിന്നീട് ഞാൻ അന്ന് നീ വരയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നില്ലേ, അത് കൃഷിന് കാണിച്ച് കൊടുത്തിട്ടുമുണ്ട് എന്ന് ധനലക്ഷ്മി പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി. കാര്യങ്ങൾ ഇതോടെ കൈവിട്ടു പോയോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതോടെ കൃഷിനെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കൺമണി മുന്നിലേക്ക് പോകുന്നു. ഓഫീസിൽ വെച്ച് ഇതേ തുടർന്നാണ് കൃഷിനെ കാണുന്നത്. എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് എന്നും റൂമിൽ കയറിയത് എന്നും ചോദിച്ചതിനെ തുടർന്ന് ഞാൻ വെറുതെ കയറിയതല്ല, ധനലക്ഷ്മി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കയറിയത്. മാത്രവുമല്ല അവിടെ നിന്ന് യാതൊന്നും ഞാൻ എടുത്തിട്ടുമില്ല. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചതിനെ തുടർന്ന് ക്രിഷ് സാർ അവിടെ വെറുതെ വന്നതല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം. അന്നത്തെ ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണമായിട്ടാണ് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുമായുള്ള അന്വേഷണം നിർത്തുന്നതാണ് സാറിന് നല്ലത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്നെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ക്രിഷ് അവിടെ നിന്ന് പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.